ഇന്നില്ലേ 2 പുഡിങ്ങാണ് ആക്കുന്നുള്ളത്. ചിക്കു പുഡിങ്ങും ക്യാരറ്റ് പുഡിങ്ങും. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് 1 കിലോന് എടുത്തിട്ടുണ്ട്. അതിനെ പുഴുങ്ങിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അപ്പോൾ 4 ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ 4 ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 5 വട്ട പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനായിട്ട് 2 ചൈന ഗ്രാസ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വട്ട പാലും കൂടി ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൾപ്പാക്കാൻ വേണ്ടിയിട്ട് അരക്കൊട്ട പാലിലാണ് കേട്ടോ പൾപ്പാക്കുന്നുള്ളത്. അപ്പോൾ 2.5 കൊട്ടയാണ് ഒരു പുഡിങ്ങിന് എടുത്തിട്ടുള്ളത്. 2 ട്രെയിലേക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്ങിന് എടുത്തിട്ടുള്ളത് 2 ചൈന ഗ്രാസിനും. അപ്പം പാലിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും മിൽക്ക് മേഡും കൂടി വെച്ചിട്ട് ഒന്നിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടായിട്ട് തിളച്ചിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടാകുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഞാൻ തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഈ കുറച്ച് ചൂടായ പാലിലേക്ക് നമ്മൾ പൾപ്പും കൂടി ഒഴിച്ചിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ഉരുക്കി വന്ന നമ്മൾ ചൈന ഗ്രാസും കൂടി ഒഴിച്ചിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പം ഇത് കുറച്ച് തണുത്തിട്ട് വരുമ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സെറ്റായിട്ട് കുറച്ച് ചൂടെല്ലാം ആറിയിട്ടാകുമ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് ബദാമും കൂടി പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചിക്കു പുഡിങ്ങിന് പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 2.5 കൊട്ട പാലിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പൾപ്പും കൂടിയിട്ട് പഞ്ചസാരയും മിൽക്ക് മേഡും എല്ലാം അതുപോലെ തന്നെ ഇട്ടിട്ടുള്ളത്. നല്ല ചൂടിങ്ങനെ തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചൈന ഗ്രാസും കൂടി ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാഷും ബദാമും കൂടി പൊടിച്ചിട്ട് ഡെക്കറേഷന് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, എല്ലാവരും ട്രൈ ആക്കി നോക്കാം. മുറിക്കുമ്പോൾ നല്ല പീസായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ 2.5 കൊട്ട പാലിന് 20 ഗ്രാം ചൈന ഗ്രാസ്. ഓക്കെ, ബൈ.